രാഹുൽ മാങ്കൂട്ടത്തിന് വെറുതെ പേരിന് ഒരു സസ്പെൻഷൻ കൊടുത്ത് ഈ കെട്ടൊക്കെ ഒന്ന് അടങ്ങിയതിനു ശേഷം തിരിച്ചെടുക്കാം എന്നുള്ളതാണ് ഷാഫിയുടെയും സതീശന്റെയും ഒക്കെ ഒരു പ്ലാൻ. ഇപ്പൊ എല്ലാവരുടെയും ഒന്ന് മൂടിക്കെട്ടണം, കുറച്ചു നാളത്തേക്ക് രാഹുലിനോട് ഒരു ലോ പ്രൊഫൈൽ വെക്കണം. ഇതാണ് രാഹുലിനോട് നിർദ്ദേശം പോലും നൽകിയിരിക്കുന്നത്. കുറച്ചു ദിവസത്തേക്ക് സാധാരണ ചെയ്യാറുള്ളത് പോലെ വെറുതെ CPM-നെ മെക്കിട്ട് കയറരുത്, അല്ലെങ്കിൽ പിണറായിയെ പരനാറി എന്നൊക്കെ വിളിച്ച് DYFI-കാരെ പ്രകോപിപ്പിക്കരുത്, മര്യാദയ്ക്ക് പോകണം. ഇതെല്ലാം ഒന്ന് കെട്ടടങ്ങി കഴിഞ്ഞ് ഒന്ന് തിരിച്ചു വരുമ്പോഴേക്കും തിരിച്ചങ്ങ് പാർട്ടിയിലേക്ക് കയറ്റാം വിത്ത് പ്രൊമോഷൻ. ഇതാണ് രാഹുലിന് മുമ്പിലുള്ള നിർദ്ദേശം. ഈ പേരിനുള്ള സസ്പെൻഷനിൽ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും. കോൺഗ്രസിനകത്ത് ജീർണതയെ പറ്റി രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം. കോൺഗ്രസ് നേതാക്കൾ ആകെ ആവശ്യപ്പെട്ടത് MLA സ്ഥാനം രാജിവെക്കണമെന്നാണ്. എന്നാൽ രാജി ആവശ്യപ്പെടാൻ നേതൃത്വം തയ്യാറായില്ല. ലോക ചരിത്രത്തിൽ തന്നെ ഇതുപോലെ ഒരു സംഭവം അപൂർവമാണ്. ജനങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയാം. കോൺഗ്രസ് നിലപാട് പറയട്ടെ, രാഹുലിന് രാജി ആവശ്യപ്പെട്ടുള്ള സമരവുമായി മുന്നോട്ട് പോകുമെന്നും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കുകയാണ്. ഇത്ര ജീർണമായ അവസ്ഥയിലൂടെ കോൺഗ്രസ് ഇതുവരെ കടന്നുപോയിട്ടില്ല. ഏത് ഉപതെരഞ്ഞെടുപ്പിനെയും നേരിടാൻ തങ്ങൾ തയ്യാറാണ്. BJPക്ക് MLA-യും MP-യും സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. കേരളത്തിലെ ജനങ്ങൾ രാഹുൽ രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ആദ്യം മുതൽ തങ്ങൾ പറഞ്ഞത് കോൺഗ്രസ് ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നാണ് എന്നും MV ഗോവിന്ദൻ പറയുകയാണ്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യം സ്വാഗതം ചെയ്തിരിക്കുകയാണ് K സുധാകരൻ. ഇത് പാർട്ടി എടുത്ത തീരുമാനമാണ്, രാജിവെക്കുമ്പോൾ മറ്റു സാഹചര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതാണ് എന്നും K സുധാകരൻ പറയുകയാണ്. പാർട്ടിയിലെ വനിതാ നേതാക്കളുടെ ആവശ്യം അവർക്കുള്ള അവകാശമാണ് എന്നും K സുധാകരൻ പറഞ്ഞു. രാഹുൽ രാജിവെക്കണം എന്നുള്ള അഭിപ്രായം തനിക്കില്ല എന്നും ഇപ്പോൾ പാർട്ടി എടുത്ത തീരുമാനം സ്വാഗതാർഹമാണ് എന്നുമാണ് K സുധാകരൻ വ്യക്തമാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് BD സതീശൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുമെന്ന് ആര് പറഞ്ഞു എന്നാണ് സതീശൻ ചോദിക്കുന്നത്. സസ്പെൻഷൻ മാതൃകാപരമായ നടപടിയാണ് എന്നും BD സതീശൻ പറയുകയുണ്ടായി. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ K മുരളീധരൻ നേരത്തെ തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പാർട്ടിയിൽ കടിച്ചു തൂങ്ങണോ എന്ന് രാഹുലിന് തീരുമാനിക്കാമെന്നും രാഹുലിനെതിരെ കൂടുതൽ കടുത്ത നടപടിയിലേക്ക് പോകാൻ പാർട്ടിക്ക് മടിയില്ല എന്നുമാണ് K മുരളീധരൻ പറഞ്ഞത്. ഇത് അവസാന നടപടിയല്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. രാഹുലിനെതിരെ ഇതുവരെ റിട്ടേൺ പരാതികൾ വന്നിട്ടില്ല. രാഹുലിനെതിരെ ആരോപണങ്ങൾ വന്നതോടെ ഒന്നാം ഘട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് രാഹുൽ രാജിവെച്ചു. രണ്ടാമതായി രാഹുലിനെതിരെ പാർട്ടി സസ്പെൻഷൻ നടപടി സ്വീകരിച്ചു. ഇനിയും പരാതി വരുന്ന അടിസ്ഥാനത്തിൽ മൂന്നാം ഘട്ടത്തിലേക്ക് കടക്കുമെന്നും K മുരളീധരൻ മാധ്യമങ്ങളോട് പറയുകയായിരുന്നു. ഉപതെരഞ്ഞെടുപ്പല്ല ഇവിടെ വിഷയം. വെറുതെ നോക്കി നിൽക്കാൻ സാധിക്കുകയില്ല. അതിന്റെ ഭാഗമായിട്ടാണ് നടപടി സ്വീകരിച്ചത്. മാങ്കൂട്ടത്തിന് വിശദീകരണം നൽകാനുള്ള സമയമുണ്ട്. സസ്പെൻഷൻ ഒരു സ്ഥിരം ഏർപ്പാടല്ല. കൂടുതൽ ശക്തമായ നടപടിയിലേക്ക് പാർട്ടിക്ക് പോകാൻ മടിയുമില്ല. ഉമാ തോമസ് പറഞ്ഞത് കേരളത്തിലെ സ്ത്രീകളുടെ വികാരമാണ്. സൈബർ ആക്രമണം മൈൻഡ് ആക്കാതിരുന്നാൽ പോരെ എന്ന് മുരളീധരൻ ചോദിക്കുകയാണ്. സ്ഥാനം രാജിവെക്കാനുള്ള അവകാശം രാഹുലിനുണ്ട്. അത് വേണോ വേണ്ടയോ എന്നത് രാഹുലിന് തീരുമാനിക്കാം. കടിച്ചു തൂങ്ങണോ എന്നതും രാഹുലിന് തീരുമാനിക്കാമെന്നും മുരളീധരൻ പറയുകയായിരുന്നു.